ഈ താക്കോല് പിടി. എടി ഈ അസുഖത്തിന് ഏറ്റവും ബെസ്റ്റ് ഈ താക്കോല അറിയോ? ഓ മനുഷ്യ അവിടെ ഞാൻ റീൽസ് ചെയ്തോണ്ടിരുന്ന മൂടും കളഞ്ഞല്ലേ. റീൽസ് എടി നീ ഇടുന്ന റീൽസിന്റെ അടി നീ കമന്റ്സ് വായിച്ച് കേട്ടിട്ടുണ്ടോ? തലയും കൊണ്ട് എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ. എടി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എടി എനിക്ക് എന്തെങ്കിലും കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? ഇല്ല. നിനക്കെന്തെങ്കിലും കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? എനിക്ക് അതുമില്ല. നമ്മുടെ മോനുണ്ടോ? അതുമില്ല. പിന്നെ എന്തിനാടി നീ ആ കൊച്ചിനെ കൊണ്ട് കല്ലുകൊണ്ട് തുമ്പിയെ കല്ലെടുപ്പിക്കുന്നവർ കൊണ്ടുവന്നത്? അതെ, എനിക്കോ ഈ കഴിവുകളൊന്നും ഉണ്ടാവാൻ പറ്റിയില്ല. എന്റെ കൊച്ചു 4 പേര് അറിയുന്ന ഒരു കലാകാരിയാക്കി മാറ്റണം. അതിന് ഞാൻ എന്ത് ചെയ്യും? ഈ വീട്ടിൽ അത് നടക്കത്തില്ല. എടി ഈ വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നീ ഇവിടെ ചെയ്യുന്നുണ്ടോടി? പിന്നെ വേറെ ആരെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നേ? എടി രാവിലെ ഇവിടെ കഴിക്കാൻ എന്തുണ്ടായിരുന്നു? തേങ്ങ ഉണ്ടായിരുന്നു. അത് ശരി, ഇവിടെ തേങ്ങ ഉണ്ടായിട്ടാന്നോടി നീ 3 കിലോ എന്നെ കൊണ്ട് മേടിപ്പിച്ചത്? എടി ഉച്ചയ്ക്ക് എന്തുണ്ടടി? ഉച്ചയ്ക്ക് ഞാൻ ചോറ് വെച്ച് വെച്ചിട്ടുണ്ട്. ചോറ്. കറിയോ? ചെമ്മീൻ. എന്താ പ്രത്യേകത? ആഴക്കടലിൽ ഉണ്ടാകുന്ന ഒരു ജീവിയാണ്. പിന്നെ പുറം രാജ്യങ്ങളിലേക്ക് ഇത് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ചൂണ്ടൽ അങ്ങനെ അധികം കിട്ടത്തില്ല. മാർക്കറ്റിൽ ഇപ്പൊ 400-450 രൂപ വിലയുണ്ട്. എന്തിന്? ചെമ്മീന്റെ പ്രത്യേകത. എടി ചെമ്മീന്റെ പ്രത്യേകതയാണോ ചോദിച്ചേ? ഇന്ന് ഇവിടെ ഉണ്ടാക്കാനുള്ള പ്രത്യേകത എന്താണെന്ന്? ഇന്ന് മാഷ് വരത്തില്ലയോ? എന്തിന്റെ മാഷ്? നമ്മുടെ കൊച്ചിനെ ഡാൻസ് പഠിപ്പിക്കാൻ മാഷ് വരത്തില്ലയോ? ഈ ചെത്തിയ ഒരെണ്ണത്തിന് ഇവിടെ ആർക്കും കലാപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും വേണ്ട, ഇവിടെ കേട്ടത്തില്ല. അതെ ചേട്ടാ. വേണ്ട ചേട്ടാ ഞാൻ പറയട്ടെ. എന്തോന്ന്? ഞാൻ ഇന്നാളെ പറഞ്ഞില്ലയോ, ഈ ഷർട്ടൊക്കെ മാറ്റിയിട്ട് ചേട്ടനോട് ഒരു ടീഷർട്ട് മേടിച്ചിട്ട് നല്ലതാ. ടീഷർട്ട് വേണ്ട. ഒരു ടീഷർട്ട് മേടിച്ച് ഇടി ചേട്ടാ. ടീഷർട്ട് എനിക്ക് വേണ്ട. അതെന്താ ചേട്ടന് ടീഷർട്ട് വേണ്ടാത്ത? 6 സാരി മേടിക്കുമ്പോ ഒരു ടീഷർട്ട് ഫ്രീ. എനിക്ക് ടീഷർട്ട് വേണ്ട. അതെ, മാഷ് വന്ന് മോളെ ഡാൻസ് പഠിപ്പിച്ചോട്ടെ. ഇവിടെ നടക്കത്തില്ല. നിങ്ങൾ മൃഗത്തിനെ കടിച്ചു കയറാൻ വരല്ലേ? എന്റെ വീട്ടിൽ എന്ത് നടത്തണമെന്ന് ഞാൻ ചെയ്യും. അറിയോ? എന്തൊരു സ്വഭാവം. അതെ ചേട്ടാ. എന്തുവാ? മാഷ് വരട്ടെ, മോളെ പഠിപ്പിക്കട്ടെ. സമ്മതിച്ചോ? ഇതാ ഈ പെണ്ണ് എന്നെ കൊണ്ട് ഈ വിളിയാണ്. ഇഷ്ടം പോലെ എന്ത് വേണേലും ചെയ്തോ. കിഴങ്ങ ഇത്രേ ഉള്ളൂ. അയ്യോ മാഷല്ല, ഡാൻസ് മാഷ്. മാഷിന്റെ റീൽസ് ഒക്കെ ഞാൻ എന്നും കാണും. മാഷിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടപ്പോ തന്നെ എനിക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്തോന്ന്? അല്ല, ഈ വീടും പരിസരവും ഒക്കെ കണ്ടപ്പോ ഇഷ്ട. കുട്ടി എന്റെ ജോളിക്കുട്ടി, എന്റെ കുട്ടി ശ്രീകുട്ടി. ഞാൻ നാരായണൻകുട്ടി. എന്താ കുട്ടിക്കാണോ പഠിക്കേണ്ടത് ഡാൻസ്? അയ്യോ എന്റെ മോൾക്കാ. എനിക്ക് ഡാൻസ് ഒക്കെ പഠിക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞില്ലേ മാഷേ? ആര് പറഞ്ഞ്? ഈ പ്രായത്തിലല്ലേ ഡാൻസ് പഠിക്കാൻ പറ്റിയ പ്രായം? ആണോ? ഓ, നമ്മള് ഡാൻസ് മാഷുമാർ സത്യം മാത്രമേ പറയൂ. കള്ളം പറയല്ലേ? ഇല്ല, സത്യം മാത്രമേ പറയത്തുള്ളൂ. എന്നാ മാഷ് പറ. ഒരു സത്യം പറയട്ടെ? സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ഡ്രസ്സിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാരും ഇത് പറയും മാഷേ. തൽപര കക്ഷിയാണെന്ന് തോന്നുന്നു. അതെ, പിന്നെ ഭർത്താവ് ഉണ്ട്. അല്ല, എത്രയും പെട്ടെന്ന് അങ്ങ് തുടങ്ങാം. കുട്ടികൾ? ഒരു കുട്ടിയേ ഉള്ളൂ. ഒരു കുട്ടിയേ ഉള്ളൂ? അതേ ഉള്ളൂ. അതൊക്കെ അങ്ങ് UP-ൽ. അവിടെ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു കുടുംബത്തിൽ 10-20 പിള്ളേരും എല്ലാം കൂടെ ചേർന്നിട്ട് ഒറ്റ മുറിയിലാണ് കിടന്നുറങ്ങുന്നത്. അല്ല, ഇതൊക്കെ മാഷിനെങ്ങനെ അറിയാം? പിന്നെ എന്റെ കുടുംബത്തിലെ കാര്യം ഞാനല്ല, പിന്നെ വേറെ ആരെങ്കിലും വന്ന് പറയൂ. അല്ല മാഷ് എത്ര കുട്ടികളെന്നാ പറഞ്ഞേ? അത് ഒരു ഫ്ലോയിൽ പറഞ്ഞ 15 എണ്ണി, പിന്നെ എണ്ണാൻ പറ്റിയിട്ടില്ല. അല്ല, പിള്ളേർ സ്കൂളിലെ പഠിക്കാൻ വരുന്ന എണ്ണത്തിന്റെ കാര്യം വേണ്ടി. ഡാൻസ് പിള്ളേർ. അതെ പഠിക്കാം. കുട്ടി എവിടെ? അയ്യോ, കുട്ടി ഇവിടെ ഇല്ല. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ പഠിപ്പിക്കും? കുട്ടി ഹോസ്റ്റലില്ല. അപ്പൊ ഞാൻ ഹോസ്റ്റലിൽ പോയി പഠിപ്പിക്കാം. വേണ്ട. പിന്നെ ഹോസ്റ്റൽ ഇങ്ങോട്ട് വരുമോ? എന്റെ മാഷ, അതിനല്ലേ ഇതാണ്ട് ഈ സംവിധാനം. ഇതെന്തോന്ന്? ഓൺലൈനായിട്ട് നമുക്ക് പഠിപ്പിക്കാമല്ലോ. ആ വീഡിയോയിലെ? അത് കൊള്ളാം. എന്റെ മാഷേ പറഞ്ഞോളെ, ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. ഈ പനിയും ജലദോഷം വന്ന് നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റ് ഒരു ഡാൻസ് മാഷിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റിയ ചോദ്യം. എനിക്കാണ് പനി വരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലും മൂടി പൊതിച്ച് കിടക്കും, അല്ലെങ്കിൽ ചീറ്റിക്കളയും. അതല്ല, പിന്നെ മാറാൻ എന്തോ ചെയ്യണമെന്ന്. തൽക്കാലം എനിക്കറിയാന്നുള്ള ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ചൂടാക്കി അതിൽ കുറച്ച് ഇഞ്ചിയും മുളകും കറിവേപ്പിലയും അല്ല പിന്നെ തുളസിയിലയും കരിപ്പോട്ടിയൊക്കെ ഇട്ട് ആവി എടുത്താൽ മതി. മാറുമല്ലോ. മൂടി പൊതിച്ചിരുന്ന ആവി എടുത്താൽ മതി. ശരി മാഷേ. മാറും. പക്ഷേ ഞാൻ മോളെ കണക്ട് ചെയ്തു. പിന്നെ വിളിച്ചിട്ട് മോളെ ഡാൻസ് പഠിപ്പിക്കാൻ മാഷ് വന്നിരിക്കുന്നത്. മക്കള് നന്നായിട്ട് പഠിക്കണം കേട്ടോ. ശരി മാഷേ. ഓക്കെ. അല്ല, നമ്മളെ പോയോ? സമയം കിടക്കല്ലേ മോളെ. കറക്റ്റ് വിദ്യാഭ്യാസമുള്ള കുഞ്ഞ്. മക്കളെ, നമുക്ക് ഡാൻസ് പഠിക്കാം. അതെന്താ? മാഷല്ലേ പഠിപ്പിക്കുന്നത്, പഠിക്കാം. അപ്പൊ എന്താ കൊച്ചിന്റെ പ്ലാൻ? എന്റെ പ്ലാൻ 1.5 GB ഡാറ്റ, 100 ഫ്രീ SMS, അൺലിമിറ്റഡ് കോൾസ്.
എന്നാ പിന്നെ അത് എനിക്കും കൂടെ ഒന്ന് ചാർജ് ചെയ്താ. ശ്രദ്ധിക്കണം, വലത് കാലിൽ താ, ഇടത് കാലിൽ തീ. എന്തിനാ വിളിക്കുന്നേ? വരണ്ടായിരുന്നു. അതിനെ കണ്ടിട്ട് പോവാനും തോന്നുന്നില്ലല്ലോ. ഒരു കാര്യം മക്കൾ ഇത് കണ്ടോ, താ തെയ്, അത്രേ ഉള്ളൂ. താ തെയ് ത, താ തെയ് ത, താ തെയ് ത, താ തെയ് ത. അങ്ങനെ അങ്ങനെ കാലുണ്ട്, വലത് കാല് ഇടത് കാല്, അങ്ങനെ അങ്ങനെ പഠിച്ചോ പഠിച്ചോ. താ തെയ് ത, താ തെയ് ത, താ തെയ് ത, താ തെയ് ത, താ തെയ് ത. തകതിമി തകജും കിതകജും ചെയ്തോ ചെയ്തോ. തകതിമി തകജും കിതകജും 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 തകതിമി തകജും കിതകജും കിതകജും തകതിമി തകജും കിതകജും കിതകജും താ. എന്താടാ എന്താന്നറിയില്ല, പെട്ടെന്നൊരു ചുമയും തലകറക്കവും ഒരു തൊണ്ടവേദനയും. ആവി കൊള്ളു, ഒരു നെഞ്ചില് കവ ഉള്ളത് പോലെ. നെഞ്ചിലിട്ടിടിയിട്ടുമ്പോ കവോ അങ്ങ് ഇളകും. തകതിമി തകജും കിതകജും 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 തകതിമി തകജും കിതകജും 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 കിതകജും. എന്റെ പൊന്നേ, മാൻപേട എന്ന് പറഞ്ഞുകൊണ്ട് സിംഹത്തിന്റെ മടയിലാണ് ചെന്ന് കാര്യം. ഈശ്വരോ, ഇതെന്താ ഇവിടെ കിടന്ന് ചവിട്ടി കുടയ്ക്കുന്നത്? ഇങ്ങനെയാണോ ഡാൻസ് പഠിക്കേണ്ടത്? നീയാണ് ഇതിന് മൊത്തം കാരണം. കരയല്ലേ, അങ്കിള് പറഞ്ഞുതരാം. ഇനി കൈമുദ്ര. താ തെയ് ത, താ തെയ് ത, താ തെയ് ത. അങ്ങനെ താ തെയ് ത, താ തെയ് ത. ചെയ്തോ ചെയ്തോ. താ തെയ് ത, തകതിമി തകജും കിതകജും 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 തകതിമി തകജും കിതകജും കിതകജും കിതകജും. എനിക്കൊരു ചേട്ടന്റെ സ്നേഹം ഇതുവരെ കിട്ടിയിട്ടില്ല. എന്താന്നറിഞ്ഞോട് അണ്ണനെ കണ്ടപ്പോ ഒരു ഇഷ്ടം. തകതിമി തകജും 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 തകതിമി തകജും തകജും തകജും. അയ്യോ അയ്യോ, ഇതെന്നെ കൊണ്ടേ പോവുള്ളേ. ഏത് സമയത്ത് ഇതിനകത്ത് വന്ന് കയറാൻ തോന്നിയോന്തോ. ഇതെന്താ കാണിക്കുന്നേ? ആ കൈമുദ്ര ഒന്ന് കാണിച്ചേ. ആ കറക്റ്റ് എന്നെ തന്നെ കാണിക്കണം. അത് എനിക്കിത് തന്നെ വരണം. അയ്യോ, ഒരു കാര്യം ചെയ്യും, ഇനി അങ്ങനെ ശ്രദ്ധിക്കണം. വേറെ പഠിപ്പിക്കാം. ഓക്കെ, താ കാണിക്കണേ. താ തെയ് ത, താ തെയ് ത, താ. അങ്ങനെ അങ്ങനെ കളിച്ചു. താ തെയ് ത, താ തെയ് ത, താ തെയ് ത. ചെയ്ത ചെയ്ത. തകതിമി തകജും കിതകജും 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 കിതകജും. ഈ ഭാഗത്ത് നിന്നാണ് സാധാരണ പണി പറഞ്ഞത്. കിതകജും 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 തകതിമി തകജും കിതകജും കിതകജും കിതകജും. നീ തകജും ചെയ്ത ചെയ്ത ചെയ്ത. തകതിമി തകജും കിതകജും 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 നീ തകജും. അണ്ണനെ കൊണ്ടേ ഞാൻ മലക്കൂ. ഡാൻസ് തലയിലടിക്കല്ലേ? തലയിലടിച്ച എന്താണ്? അയ്യോ, ഞാൻ കലാമണ്ഡലത്തിലുള്ളതാണെന്ന് പറഞ്ഞു. ഏത് മണ്ഡലം? കാരക്ക മണ്ഡലത്തിന്റെ അടുത്തുള്ള ഇവന് പ്രാന്താണ്. മാഷിനെ തല്ലി ഓടിച്ചല്ലേ? മാഷല്ല, സ്വാഷ്. എടി, ഇതുപോലുള്ള പന്ന കലാകാരന്മാർ ഈ നാടിന്റെ നാശം അറിയാവോ? എന്റെ മാനം ഇപ്പൊ പോയനെ. എന്റെ മീശ ഉള്ളത് കാര്യമായി. ചേട്ടാ ഓടി.